എല്ലാവരും സുഖമായിരിക്കുന്നു. ഇന്ന് ഞാൻ ദീപാവലിക്ക് വേണ്ടിയിട്ട്, ഇന്ന് ദീപാവലിയല്ല, അപ്പോൾ ഒരു മധുരമല്ല കഴിക്കേണ്ടത്. അപ്പോൾ ഞാൻ മധുരം വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ബദാം കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി അത് തൊലി കളഞ്ഞ് എടുക്കാം. ബദാമും പിന്നെ പാലും പിന്നെ ബട്ടറൊക്കെ കൂടിയിട്ട് നമുക്ക് നല്ലൊരു മധുരമുള്ള ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യം ഇതൊന്ന് തൊലി കളഞ്ഞെടുക്കട്ടെ. ബദാമൊക്കെ തൊലി കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയിൽ അരച്ചെടുക്കണം. നന്നായി അരച്ചെടുക്കണം. ഈ ബദാം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കാം. അപ്പോൾ ബദാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഒരു 4 ടീസ്പൂൺ പഞ്ചസാര, ഇതുകൊണ്ട് 4 ടീസ്പൂൺ പഞ്ചസാര. മധുരം കൂടുതൽ വേണ്ടവർക്ക് മധുരം കൂടുതൽ ചേർക്കാം. പിന്നെ പനക്കൽക്കട്ട ചേർക്കുന്നവർക്ക് പനക്കൽക്കട്ട ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു പാക്കറ്റ് 10 രൂപയുടെ ഒരു പാക്കറ്റ് ജവരിട്ടയുടെ പാൽപ്പൊടിയാണ് ചേർക്കാം. ഇനി നമ്മൾ നന്നായി അരച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര ഇട്ടു, പിന്നെ പാൽപ്പൊടി ഇട്ടു, ബദാം ഇട്ടു. ഇനി അതിൽ നമ്മൾ പാലൊഴിക്കുക. പാലൊഴിച്ചിട്ട് വേണം നമ്മൾ അരക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ പാൽപ്പൊടി, പഞ്ചസാര, ബദാം ഒക്കെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. പാൻ ചൂടായി. അതിലേക്ക് നമ്മൾ ഇത്ര പോന്ന ഒരു 50 ഗ്രാം ബട്ടർ ചേർക്കാം. നമുക്ക് 50 ഗ്രാം ബട്ടർ ചേർത്തു. ഇത് നന്നായി ഒന്ന് അരിഞ്ഞു വരട്ടെ. 50 ഗ്രാം ബട്ടർ അരിയിച്ചെടുക്കാം. അമ്പത് ഗ്രാം ബദാം അരിയിച്ചെടുത്തു. അതിലേക്ക് അരച്ചു വച്ചിരിക്കുന്ന ബദാം അതിലേക്ക് ചേർക്കാം. പഞ്ചസാര, പാൽപ്പൊടി ഒക്കെ ഇട്ടുള്ളത് അതിൽ ചേർക്കാം. അപ്പോൾ നമ്മൾ ബട്ടറിൽ ഈ ബദാമിൻ്റെ മിക്സ് നല്ലോണം കൈവിടാതെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ബദാം മിൽക്ക് സീഡ്സ് എന്നാണ് ഇതിൻ്റെ പേര്. ദീപാവലിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കേണ്ടതാണ്. ഇനി നമ്മളിത് നല്ലോണം ഇളക്കി ഇത് വെന്ത് കുറുകി വരും. എന്നിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത് ഒരു ഓഫാക്കി ഒരു പാത്രത്തിലാക്കാം. ബദാം മിൽക്ക് സീഡ്സ് ഏതാണ്ട് വരുന്നുണ്ട്, ഏതാണ്ട് റെഡി ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾ കൈവിടാതെ ഇളക്കി കൊടുക്കാം. ബദാം മിൽക്ക് സീഡ്സ് ഏതാണ്ട് റെഡിയായി. ഇനി ഒരു 5 മിനിറ്റും കൂടി ഇളക്കിയാൽ ഇത് സെറ്റായിട്ട് കിട്ടും. ഇങ്ങനെ ബദാം മിൽക്ക് സീഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ട പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വന്നു. എളുപ്പമാണ്. 3 ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. എളുപ്പത്തിലുണ്ടാക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് പരത്തി വെച്ച് കഴിഞ്ഞാൽ ചൂടാറുമ്പോൾ നമുക്ക് മുറിച്ച് ഉപയോഗിക്കാം. ബദാം മിൽക്ക് സീഡ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഞാൻ ഒരു ചെറിയ കിണ്ണത്തിലാണ് ഞാൻ ഇട്ട് പരത്താൻ പോകുന്നത്. ഒപ്പത്തിനൊപ്പാക്കി സെറ്റാക്കി വെച്ച എന്നിട്ട് നമ്മൾ
ചൂടാറുമ്പോൾ നമ്മളത് മുറിച്ചെടുക്കാം. ബദാം മിൽക്ക് സീഡ്സ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറുമ്പോൾ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. മിൽക്ക് സീഡ് ബ്രെഡ് ചൂടാറി വന്നിട്ടുണ്ട്. ഞാൻ നമുക്കത് പ്ലേറ്റിലിട്ടിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മുറിക്കാം. ബദാം മിൽക്ക് സ്വീറ്റ്സ് ദീപാവലി പ്രമാണിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമുക്കത് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.